ഹായ് ഗൈസ്, അപ്പം ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫാണ്. ഞാൻ എണീക്കുമ്പോൾ തന്നെ 7:15 അപ്പം ഞാൻ കുളിച്ചിട്ടാട്ടോ താഴോട്ട് പോകും. അതിവിടെ വന്നപ്പോൾ തൊട്ടേ ഉള്ളൊരു ശീലമാണ്. അങ്ങനെ കുളിയൊക്കെ കഴിഞ്ഞു. പപ്പയും മക്കളും കിടക്കുന്നുണ്ട്, ഉറങ്ങുമെന്നല്ല, ഉണർന്ന് കിടക്കുകയാണ് കേട്ടോ. അപ്പം ഞാൻ കുഞ്ഞുവിനെ താഴോട്ട് കൂട്ടുന്നുണ്ട്, മോളെ പപ്പൻ്റെ അടുത്ത് ഇരുത്തുകയാണ്. അങ്ങനെ ഞങ്ങൾ താഴെ പോയി ബ്രഷൊക്കെ ചെയ്ത് ഡ്രസ്സൊക്കെ മാറ്റുന്നുണ്ട്. ഇവന് രാത്രി ഇട്ട ഡ്രസ്സ് പിന്നെ രാവിലെ ഇടൂല, എന്തെങ്കിലും ഒന്നായി അപ്പം മാറ്റണം. അപ്പോൾ അവൻ്റെ ഡ്രസ്സ് തന്നെ ഉണ്ടാവും ഒരുപാടെണ്ണം. അങ്ങനെ പിന്നെ മോളൊന്ന് കിടത്താനുള്ള സാധനങ്ങളൊക്കെ സെറ്റാക്കിയിട്ട് ഓളെ കിടത്തി ഒന്ന് റെഡിയാക്കി കൊടുക്കുന്നുണ്ട്. ഉറങ്ങി എണീച്ച് മുഖമൊക്കെ ഒന്ന് കഴുകണം, നാക്കൊക്കെ ഒന്ന് തുടച്ചടിക്കണം, ഡ്രസ്സ് മാറ്റണം, പാമ്പർ മാറ്റണം, അങ്ങനെ കുറച്ച് കാര്യങ്ങളുണ്ടാവുമല്ലോ. അപ്പോൾ രാവിലത്തെ ആ പരിപാടികളിലൊക്കെയാണ്. ഇതിൽ നാവ് തുടയ്ക്കാൻ കുറച്ചൊരു സമ്മതിക്കില്ല, ഇവള് നാവ് ഇങ്ങനെ കടിച്ച് പിടിച്ചാലോ, അതുകൊണ്ട് തന്നെ നാവ് തുടയ്ക്കാൻ വല്ലാതെ പറ്റലില്ല. മുഖമൊക്കെ തുടച്ചപ്പോൾ തന്നെ അവൾ ഉഷാറായിട്ടോ. രാവിലെ നേരത്തെ എണീക്കും, പക്ഷെ കുറച്ച് കഴിഞ്ഞാൽ പിന്നെ ഉറങ്ങിപ്പോവും കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഡ്രസ്സൊക്കെ മാറ്റി സുന്ദരിയായിട്ടുണ്ട്. അത് കഴിഞ്ഞ് ഞാൻ അവളൊന്ന് ഫീഡൊക്കെ ചെയ്ത് സെറ്റാക്കിയിട്ട് അഭിനൻ്റെ കയ്യിൽ കൊടുക്കാറ് കേട്ടോ. അപ്പോൾ അതിനിടയിൽ കുഞ്ഞു ഫിഷിനൊക്കെ ഫുഡ് കൊടുക്കുന്നുണ്ട്. അപ്പം ആ സമയം കൊണ്ട് കുഞ്ഞിൻ്റെ കാര്യങ്ങളൊക്കെ പപ്പ നോക്കിക്കോളും കേട്ടോ. അപ്പോൾ ഞാൻ അഭിനനെ എണീപ്പിക്കുന്നുണ്ട്, കാരണം വാവേനെ അവളുടെ അടുത്ത് കൊടുത്താലേ എനിക്ക് പുറത്തേക്ക് ഇറങ്ങാൻ പറ്റുള്ളൂ. അപ്പോൾ അവളെ എണീപ്പിച്ച് കൊണ്ടുപോകുന്നത് അവളെ കയ്യിൽ കുഞ്ഞിനെ കൊടുത്തിട്ട് ഞാൻ മുറ്റത്തേക്ക് ഇറങ്ങുകയാണ്. രണ്ടാളുടെ ഡ്രസ്സും ഒരുപാടുണ്ടാവും. അപ്പോൾ ഇവരുടെ ഡ്രസ്സ് മാത്രമാണ് ഞങ്ങൾ പുറത്തുനിന്ന് കഴുകുക, ബാക്കിയൊക്കെ വാഷിംഗ് മെഷീനിലാണ് ഇടുക കേട്ടോ. നല്ല ഡ്രസ്സും മക്കളുടെ ഡ്രസ്സും പുറത്തുനിന്ന് കഴുകും. അപ്പോൾ എനിക്ക് ഇവരെ തന്നെ ഉണ്ടാവും ഇഷ്ടംപോലെ കഴുകിയിടാൻ. അങ്ങനെ ഞാൻ അതൊക്കെ കഴുകി ഇടുന്നുണ്ട്. ആ തക്കം കൊണ്ട് കുഞ്ഞു മുറ്റത്ത് ഇറങ്ങുന്നുണ്ട് കേട്ടോ. ആരെങ്കിലും ഒന്ന് മുറ്റത്തേക്ക് ഇറങ്ങിയാൽ കുഞ്ഞു അപ്പോൾ ഓടി ഇറങ്ങും. അപ്പോൾ ഇവിടെ പണ്ട് 3 പൂച്ച ഉണ്ടായിരുന്നു കേട്ടോ, പേർഷ്യൻ ക്യാറ്റ്. ഇപ്പോൾ ആകെ ഒരാളേ ഉള്ളൂ. അപ്പം മറ്റേ കൂട്ടിൽ ഞങ്ങളൊരു നാടൻ പൂച്ചനെ പിടിച്ചിട്ടിട്ടുണ്ട്. അങ്ങനെ അതിനെയൊക്കെ തുറന്ന് വിടുന്നുണ്ട് കുഞ്ഞു. അത് കഴിഞ്ഞ് എന്താ പറയുക, രാവിലെ നമുക്ക് ഇങ്ങനത്തെ കുറേ ഐറ്റംസ് തന്നെ ഉണ്ട് നമ്മളെ വീട്ടിൽ നോക്കാൻ മാത്രം. വീട്ടിലുള്ള അംഗങ്ങൾ കൂടാതെ ഇവരെ കാര്യങ്ങളും കൂടി നോക്കാനുണ്ടാവും. അങ്ങനെ അത് കഴിഞ്ഞാൽ പിന്നെ കോഴി, താറാവ് അടുത്ത സാധനങ്ങളാണ്. അപ്പോൾ അവരുടെ അടുത്തേക്ക് പപ്പയും കുഞ്ഞും കൂടി പോകുന്നുണ്ട്. കുഞ്ഞിന് രാവിലെ എണീച്ച ആകെയുള്ള ചിന്ത എന്താ പറയുക, കോഴിക്ക് ഫുഡ് കൊടുക്കണ്ടേ, മറ്റേന് ഫുഡ് കൊടുക്കണ്ടേ, ഇതാണോ അവൻ്റെ ആകെയുള്ളൊരു നനവ്. എണീച്ച് കഴിഞ്ഞാൽ ആദ്യം ചോദിക്കുക. പക്ഷെ അവൻ്റെ മുറ്റത്തേക്ക് അങ്ങനെ ഇപ്പോൾ തണുപ്പായതുകൊണ്ട് തന്നെ അങ്ങനെ മുറ്റത്ത് വിടാറില്ല. അപ്പോൾ ആരെങ്കിലും ഇറങ്ങി ആ തക്കത്തിനൊന്ന് ഇറങ്ങും. പിന്നെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നുണ്ട്. പത്തിരി, മുട്ടയും അതുപോലെ തന്നെ മുരിങ്ങയിലക്കറിയുമാണ് കുഞ്ഞിന് ബ്രേക്ക്ഫാസ്റ്റിന് കൊടുത്തിട്ടുള്ളത്. ഇപ്പോൾ കുഞ്ഞിനെ കൊണ്ട് തന്നെ ഒറ്റയ്ക്ക് ഇപ്പോൾ കഴിപ്പിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. കഴിച്ചു തുടങ്ങിയെന്ന് മാം സ്കൂളിൽ നിന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവൻ കഴിക്കുന്നുണ്ട് പപ്പൻ്റെ കൂടെ ഇരുന്നിട്ട്. പിന്നെ നമ്മൾ ക്രിസ്മസ്, ന്യൂ ഇയർ ഒക്കെ കഴിഞ്ഞതുകൊണ്ട് തന്നെ ഈ സാധനങ്ങളൊക്കെ ഊരി വെക്കുന്നുണ്ട് ഇനി അടുത്ത കൊല്ലം. അപ്പം ഞാൻ മുറ്റത്തിനകത്തേക്ക് കയറുമ്പോഴേക്ക് അടുക്കളത്തെ പണികളൊക്കെ അമ്മ തീർക്കുന്നുണ്ട് കേട്ടോ. പിന്നെ കുഞ്ഞുമാവത അച്ഛൻ്റെ മടിയിൽ കിടന്ന് ഉറങ്ങുന്നുണ്ട്. ഈ ഉറക്കം കുറച്ച് നല്ല സമയമുള്ള ഉറങ്ങും കേട്ടോ. അപ്പോഴത്തേക്കും ആദ്യത്തേട്ടന് കണ്ടോ ഇങ്ങനെ ഓരോരോ പണി എടുത്തുകൊണ്ടിരിക്കട്ടെ. ഒരു ബോറടി ഒന്നുമില്ല ഇവിടെ. പിന്നെ മോളെ മേലെ കഴിക്കുന്നുണ്ട്, അമ്മയാണ് കേട്ടോ മേലെ കഴിക്കുന്നത്. കഫക്കെട്ടായതുകൊണ്ട് കുളിപ്പിക്കുന്നില്ല. പിന്നെ ഏട്ടൻ മരുന്ന് കൊടുക്കുന്നുണ്ട് കേട്ടോ. അത് കഴിഞ്ഞേറെ കണ്ണെഴുതി പൊട്ടൊക്കെ തൊട്ട് സുന്ദരിയാവുന്നുണ്ട്. കുളി കഴിഞ്ഞാലും അത്യാവശ്യം നല്ലോണം ഉറങ്ങും കേട്ടോ. അപ്പോൾ ആ ഒരു ഉറക്കമാണ് ഇവള്. ആ സമയം കൊണ്ട് അഭിന കുഞ്ഞിന് നഖം വെട്ടി കൊടുക്കുന്നുണ്ട്. ഏട്ടൻ മുറ്റത്ത് ചെടികളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും കായുണ്ടായിരുന്നു പരിപാടിൻ്റെ സമയത്ത്. അപ്പോൾ അതൊക്കെ റെഡിയാക്കുന്നുണ്ട്. പിന്നെ അഭിന എക്സസൈസ് ചെയ്യുന്നുണ്ട്. ഇവൾ ഒറ്റയ്ക്ക് ചെയ്യില്ല, അവൾ കുഞ്ഞിനെ എക്സസൈസ് ചെയ്യിപ്പിക്കുകയാണ് എണ്ണ തേച്ചിട്ട്. ഓനെ ഞാൻ എണ്ണ തേച്ചുകൊണ്ട് കാണിക്കാത്തതാണ്. അത് കഴിഞ്ഞ് കുഞ്ഞു കുളിച്ച് വന്നു, പപ്പ തലയൊക്കെ തോർത്തി നല്ല സുന്ദരനായി ഇരുന്ന് TV കാണുന്നുണ്ട്. ജിയോ മച്ചാൻ്റെ ഇതാട്ടോ അവൻ അധികം കാണുക. അങ്ങനെ അത് കാണുന്നുണ്ട്. കഴിഞ്ഞാൽ പിന്നെ കുഞ്ഞിന് കഞ്ഞി കൂടിയാണ്. അങ്ങനെ ഒരു ഗ്ലാസ് പൊടിയരി കഞ്ഞി കുടിക്കുന്നുണ്ട്. പിന്നെ അച്ഛൻ ഉമ്മയെ കൊടുത്ത് അച്ഛൻ പണിക്ക് പോകുന്നുണ്ട് കേട്ടോ. രണ്ടാൾക്കും ഉമ്മയ്ക്ക് കൊടുത്ത് പണിക്കൊക്കെ പോയി. അത് കഴിഞ്ഞപ്പോൾ പിന്നെ ചക്കി കിടന്ന് കളിക്കുന്നുണ്ട്. ആദ്യത്തേട്ടൻ കളിപ്പിക്കുന്നുണ്ട്. അങ്ങനെ കുറേ സമയം കുറച്ച് സമയം ഉള്ളൂ കളിപ്പിക്കട്ടോ. ബാക്കി സമയമൊക്കെ ഓനോൻ്റെതായ പാട്ടിലേക്കും. അങ്ങനെ പിന്നെ ഞാൻ കുറച്ചൊന്നും കൊലായിലേക്ക് കൊണ്ടുപോകുന്നുണ്ട്. വേറൊരു റൂമിൽ തന്നെ അവൾ ഇടണ്ടെന്ന് വെച്ചിട്ട് കൊലായിൽ കൊണ്ടിരുത്തുന്നുണ്ട്. അത് കഴിഞ്ഞപ്പോഴത്തേക്കും അവൾ വീണ്ടും ഉറങ്ങി. പിന്നെ ആ ഉറങ്ങുന്ന സമയം കൊണ്ട് നമ്മൾ ചോറ് തിന്നുന്നുണ്ട്. കുഞ്ഞിന് ചോറ് കൊടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് ഏട്ടനും ചോറ് കൊടുക്കുന്നുണ്ട്. പിന്നെ ചക്കി എണീച്ചു. ചക്കി അവിടെ ഇരുന്ന് കളിക്കുന്നുണ്ട് കേട്ടോ. കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഉറങ്ങുകയാണ്. ചോറ് തിന്ന് ഉറങ്ങാനുള്ള പ്ലാനിലാണ്. പപ്പയും കുഞ്ഞും ഉറങ്ങുന്നുണ്ട്, ചക്കി കളിക്കുന്നുണ്ട്. പിന്നെ ഇവർ ചിന്നുൻ്റെ വീട്ടിലോട്ട് തിരുവാതിരയ്ക്കുള്ള പഴം കാരക്കത്തൊക്കെ കൊണ്ടുപോവാണ് കേട്ടോ. അമ്മയും അച്ഛനും അഭിനയും കുഞ്ഞും കൂടിയാണ് പോണത്. അപ്പം അതിൻ്റെ പോക്കിനാണ്. അഭിന് ചെരുപ്പ് തുടച്ചിട്ട് ഒറ്റക്കാലിൽ ഓടുണ്ട്, വീഡിയോയിൽ കിട്ടാതെ.
അങ്ങനെ അത് കഴിഞ്ഞേരം അവർ പോയേരെ ഏട്ടൻ എന്ത് ചെയ്ത് മോളെ തിരുമ്പിയത് കാറിടുന്ന സാധനം ഒന്ന് പെയിൻറ്റ് അടിക്കുന്നുണ്ട്. പിന്നെ എക്സ്ട്രാ 2-3 കമ്പിയോട് ഫിറ്റ് ചെയ്ത് തരുന്നുണ്ട്. പിന്നെ അവൾ ഒഴിഞ്ഞിട്ടു. വിളക്ക് കത്തിക്കാൻ പറ്റില്ലായിരുന്നു, അതുകൊണ്ട് വിളക്ക് കത്തിച്ചിട്ടില്ല. പിന്നെ ഞങ്ങൾ വൈകുന്നേരം ചായക്കൊരു പലഹാരമൊക്കെ ഉണ്ടാക്കുന്നുണ്ട്, ചോറ് വട, അങ്ങനെ അതൊക്കെ ഉണ്ടാക്കി ഞങ്ങൾ ചായയൊക്കെ കുടിച്ചു. പിന്നെയും മോള് കളി തന്നെയാണ്. ആ സമയം കൊണ്ട് മരുന്ന് കൊടുക്കുന്നുണ്ട്. കഫക്കെട്ടുള്ളതുകൊണ്ട് രാവിലെ രാത്രി ആൻറ്റിബയോട്ടിക് ഉണ്ട്. അപ്പോഴത്തേക്ക് പാപ്പ വന്നു. പിന്നെ നമ്മൾ നേരെ മേലോട്ട് പോയി കിടന്നുറങ്ങാൻ. അതിനിടയിൽ കുഞ്ഞും അച്ഛനും പോയി തിരിച്ച് വരുന്നുണ്ട്. ഞാൻ വീഡിയോയിൽ എടുത്തിട്ടില്ല. അപ്പോൾ അത്രയ്ക്കുള്ളായിരുന്നു ഇന്നത്തെ ഡേ. വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടെ ചെയ്യുക.